നമസ്കാരം, എല്ലാവർക്കും തത്വ കോമ്പറ്റേറ്റീവ് എക്സാം കോർണറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഡിഗ്രി ലെവൽ പ്രിലിമിനറിക്ക് വേണ്ടിയിട്ട് നമ്മൾ ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഫസ്റ്റ് വീക്ക് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പം ഇന്നത്തെ ദിവസം, അതായത് 1-ാം തീയതി നമ്മൾ തുടങ്ങി, 6-ാം തീയതി വരെ നമ്മൾ പഠിച്ചു. 7-ാമത്തെ ദിവസം റിവിഷൻ ഡേ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതേ അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയിട്ട് പറയുന്നത്, ഇന്ന് റിവിഷൻ ഡേ ആണ്. ഇന്ന് പ്രത്യേകിച്ച് നിങ്ങളൊന്നും പഠിക്കേണ്ട. പഠിച്ച അത്രയും വരെ നിർത്തിയതിന് ശേഷം പഠിച്ച കാര്യങ്ങൾ, കഴിഞ്ഞ 6 ദിവസം പഠിച്ച കാര്യങ്ങൾ നിങ്ങൾ റിവിഷന് വേണ്ടിയിട്ട് മാറ്റിവെക്കുക. ഇന്ന് മൊത്തം റിവിഷൻ ചെയ്യുക. വൈകിട്ട് ഞാൻ എക്സാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം എക്സാം നടത്തുന്നതായിരിക്കും. അപ്പോൾ ഈ റിവിഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ തന്നെയാണ്. സോ പഠിച്ചു പോകുന്നതിനപ്പുറത്തോട്ട് റിവിഷന് കറക്റ്റായിട്ട് ടൈം കൊടുത്ത് ഉപയോഗിക്കുക. ഇനി ഇന്നത്തെ ഈ ഒരു വീഡിയോ എടുക്കാനുള്ള പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത്, എത്ര പേര് എന്നെ ഡിഗ്രി ലെവൽ പ്രിലിംസിൻ്റെ ടൈം ടേബിൾ ഫോളോ ചെയ്യുന്നുണ്ടെന്നോ എത്ര പേര് സീരിയസ് ആയിട്ട് പഠിക്കുന്നുണ്ടെന്നോ നമുക്ക് അറിയത്തില്ല. ഇപ്പോൾ സീരിയസ് ആയിട്ട് പഠിക്കുന്ന കുറേ പേര് ടെലഗ്രാമിലൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട്. അവരിൽ നിന്ന് ഫീഡ്ബാക്ക് ഒക്കെ കിട്ടുന്നുണ്ട്. എങ്കിൽ പോലും നിങ്ങൾ എത്ര പേര് സീരിയസ് ആയിട്ട് പഠിക്കുന്നുണ്ടെന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ, അതായത് ടൈം ടേബിളിനെ ബേസ് ചെയ്ത് നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസ് എത്രത്തോളം ആണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ, നല്ല രീതിയിൽ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ടോ, എന്താണ് ഇതിൻ്റെ ഡ്രോബാക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ടൈം ടേബിളിൽ എന്തെങ്കിലും ഡ്രോബാക്സ് ഉണ്ടെങ്കിൽ അത് പറയാം. ഇനി നിങ്ങൾക്കത് പോസിറ്റീവായിട്ടാണെന്നുണ്ടെങ്കിൽ താഴെ നിങ്ങൾ അതുകൂടെ കമൻറ്റ് ചെയ്യുക. മറ്റുള്ളവർ എങ്ങനെ പഠിക്കണം, കുറേ പേർക്ക് ഇത് നന്നായിട്ട് ഫോളോ ചെയ്യാൻ പറ്റും. പല സാഹചര്യങ്ങളിൽ നിന്ന് വരുന്ന ആൾക്കാരാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ടൈം ടേബിൾ എന്തുകൊണ്ടാണ് ഡേ ടു ഡേ അങ്ങനെ സെറ്റ് ചെയ്യാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓരോ ദിവസവും പഠിക്കേണ്ട ടോപ്പിക്സ് അന്നൊന്ന് പഠിച്ച് തീർക്കാൻ പറ്റായിരുന്നു. ഇപ്പം ആദ്യത്തെ ദിവസം ചിലർക്ക് ചില അസൗകര്യങ്ങൾ വരാം, ഫാമിലി ഇഷ്യൂസ് ഒക്കെ വന്നിട്ട് അന്നത്തെ ദിവസം പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ പിറ്റേന്നും അതുപോലെ ആവർത്തിച്ച് കഴിഞ്ഞാൽ അവർക്ക് ഡിപ്രഷൻ പോലെ, അയ്യോ എനിക്കിത് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള രീതിയിലേക്ക് വരും. അതുകൊണ്ടാണ് എപ്പോഴും ഞാൻ സെറ്റ് ചെയ്യുന്ന സമയത്ത് +2 പ്രിലിംസിന് മാത്രമേ നമ്മൾ ഡേ വൈസ് കൊടുത്തുള്ളൂ. അത് സമയം കുറവായതുകൊണ്ടായിരുന്നു കേട്ടോ. ഒരുപാട് പേര് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡേ വൈസ് തന്നുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നെന്ന്. അപ്പോൾ അത് സമയം കുറവായതുകൊണ്ടായിരുന്നു, 35 ദിവസം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ സെറ്റ് ചെയ്തത്. ബാക്കി എല്ലാ എക്സാംസിനും നമ്മൾ വീക്ക്ലി ആണ് കൊടുക്കുന്നത്. അപ്പോൾ വീക്ക്ലി കൊടുക്കുന്നതിൻ്റെ ഒരു പോസിറ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വീക്ക് മൊത്തം നിങ്ങളുടെ മുമ്പിലുണ്ട്. നിങ്ങൾക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് നിങ്ങൾ കവർ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റ് ഇഷ്ടമുള്ള സമയത്ത് പഠിച്ച് കവർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ തന്നിരിക്കുന്ന NCERT SCERT ലിസ്റ്റുകൾ കറക്റ്റായിട്ട് നോക്കുക. +2 ലെവലിന് ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടല്ലോ. എക്കണോമിക്സ്, മാക്രോ എക്കണോമിക്സിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് എല്ലാ എക്സാംസിനും ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. സോ ആ ഒരു ടെക്സ്റ്റ് ബുക്ക് നിങ്ങൾ ഒഴിവാക്കാതിരിക്കുക. അതുപോലെ എക്കണോമിക് പ്ലാനിങ് ഈ ആഴ്ച പഠിക്കാനുണ്ടായിരുന്നു. അതിൻ്റെ പകുതി ക്ലാസ് ഞാൻ എടുത്തു തന്നു. ബാക്കി പകുതി എടുത്തു തരാൻ ചിലപ്പോൾ നിങ്ങൾക്ക് ലാഗ് വന്നാലോ എന്ന് വെച്ചിട്ടാണ് ഇന്നലെ ടെലഗ്രാമിൽ ഞാനത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആൾക്കാർ അവിടെ കയറിയിട്ട് ആവശ്യക്കാർ നോട്ട് ഡൗൺലോഡ് ചെയ്ത് ബാക്കി കൂടെ പഠിക്കുക. ഓക്കെ ആണല്ലോ. അപ്പോൾ എന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലും നിങ്ങളുടെ പ്രശ്നങ്ങൾ അത് ഫോളോ ചെയ്യുന്നതുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് സജഷൻസ് ഉണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. അപ്പോൾ നിങ്ങളുടെ എന്തെങ്കിലും സജഷൻസ് എന്ത് രീതിയിലുള്ളതായിക്കോട്ടെ, അത് പോസിറ്റീവായാലും നെഗറ്റീവായാലും താഴെ കമൻറ്റിൽ പറയുക. അപ്പോൾ എനിക്കത് കാണാനും സാധിക്കും. അപ്പോൾ ഡിഗ്രി ലെവൽ പ്രിലിമിനറിക്ക് സീരിയസ് ആയിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഉദ്യമം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. മെയിൻസിന് വേണ്ടിയിട്ടുള്ള ക്ലാസ് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളെയും കൂടെ ഫോക്കസ് ചെയ്ത്, അതായത് ഡിഗ്രി ലെവൽ മെയിൻസുകാരെയും കൂടെ ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ ഉടൻ തന്നെ ക്ലാസ് പുനരാരംഭിക്കുന്നതായിരിക്കും. അപ്പം മെയിൻസിനും പ്രിലിംസിനും ഒക്കെ ഫോക്കസ് ചെയ്യുന്നവർ ഒരിക്കലും SCERTയിൽ നമ്മുടെ LDC മെയിൻസ് പോലെയോ അല്ലെങ്കിൽ +2 ലെവലിൽ നിന്ന് പോലും ചിന്തിക്കരുത്. നിങ്ങൾ കുറച്ചുകൂടെ ഹയർ ലെവലിലേക്ക് തന്നെ ക്വസ്റ്റ്യൻസ് മുന്നിൽ കണ്ട് നല്ല രീതിയിൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുക. സ്റ്റാൻഡേർഡ് ബുക്സും അതുപോലെ കറണ്ട് അഫയേഴ്സ് ആണെങ്കിലും സ്റ്റേറ്റ്മെന്റ് കറണ്ട് അഫയേഴ്സും UPSC ലെവലിലേക്ക് തന്നെ പ്രിപ്പയർ ചെയ്ത് പോയാലേ നമുക്ക് ഡിഗ്രി ലെവൽ എക്സാംസ് കിട്ടത്തുള്ളൂ. അതൊക്കെ മനസ്സിൽ വെച്ചിട്ട് വേണം പഠിക്കാനായിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് പ്രധാനമായിട്ടും പറയാനുള്ളത്. നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.